ഞാൻ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. റൊട്ടേഷന് ഷിഫ്റ്റ് വരും ഞങ്ങൾക്ക്. അപ്പം മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള കമ്പനീസിൽ യൂറോപ്യൻ പ്രോജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഡേ ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയാണ് നമ്മൾ ചില്ലായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പം നൈറ്റ് ലൈഫ് വേണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാനിപ്പോൾ ഈ ചായ കണക്ഷൻസ് ഗ്രൂപ്പിലുള്ളതാണ്. ഞങ്ങൾക്ക് ജാമിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് നല്ല രീതി സ്ട്രെസ് റിലീഫ് ഉണ്ട്. ശാരീരിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നവും മെഡിക്കൽ പരിശോധന ഒരു പ്രശ്നവുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോകാറില്ല. ഞാനാണെങ്കിൽ പരിശോധന നടത്താൻ എങ്ങനെ അറിയും അല്ല പ്രശ്നമുണ്ടോ എന്ന്? അദ്ദേഹം പറഞ്ഞത് അടിച്ചു പോകുന്ന ആ കാലത്തിൽ 7 hours ഉറങ്ങണമെന്നാണ്. ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു പ്രശ്നമില്ല. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. നൈറ്റ് ലൈഫ് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതേവരെ ഒരു സിഗരറ്റോ ബിയറോ ആൽക്കഹോളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവത്തില്ല. എന്താ ചോദിക്കാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ നൈറ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകലാണ് ഏറ്റവും കൂടുതലും ഈ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നത് പകലാണ്. നമ്മൾ ചിന്തിക്കില്ലേ, പകലല്ലേ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പകലാണ്. അപ്പൊ നൈറ്റ് ലൈഫുമായിട്ട് ഇതിൽ കണക്ട് ചെയ്ത് നൈറ്റ് ലൈഫ് വേണ്ട എന്ന് ചിന്തിക്കുന്നത് അത് ഒരു അച്ഛൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ കുട്ടികൾ വന്ന് പെട്ടുപോകുമ്പോ ചിലന്തി വല കെട്ടുന്ന പോലെയാണ്. കുട്ടികൾ വന്ന് പെട്ടുപോകുമ്പോ അവരിപ്പോ നിങ്ങൾ പറഞ്ഞ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൈയടിക്കുന്നത് നിങ്ങൾ കണ്ടോ? അതിന്റെ കാര്യം എന്താ അറിയോ? ആ തലമുറ സ്വാതന്ത്ര്യത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ അവർക്ക് വലിയ ആഗ്രഹമാണ്. അവർ സ്വാഭാവികമായി കൈയടിക്കും. ആ പ്രായത്തിലുള്ള മക്കൾ എനിക്കുണ്ട്, അതുകൊണ്ട് പറയാണ് സ്വാഭാവികമായി കൈയടിക്കും. നിങ്ങൾ ആ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന മെസ്സേജ് ആണ് കൊടുക്കുന്നത്. പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അതാണ് നിങ്ങൾക്ക് മുന്നിൽ എന്റെ ആരോപണം. പണ്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് സ്കൂളിൽ വിട്ട് ഇറങ്ങുന്ന കുട്ടികളെ നോക്കി ഇങ്ങനത്തെ മയക്കുമരുന്ന് ടീമുകൾ നിൽക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ പിന്നെ 4 മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങണ്ടേ സാർ? നന്നാകണമെന്നുള്ളവർ നന്നാകും. അതിപ്പോ ഏത് എന്താ പറയുക ചവിട്ടിവിട്ടൊക്കെ ഇറങ്ങാലും നന്നാകും. സാറ് പറഞ്ഞത് നമ്മൾ ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആരെ നിർബന്ധിച്ച് ഇറങ്ങി വാന്ന് വിളിച്ച് വീട്ടിൽ പോയി വിളിക്കുന്നവരല്ല. എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് പുറത്തിറങ്ങണം എന്ന് എന്റെ മനസ്സ് പറയുന്നെങ്കിൽ എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നൈറ്റ് ലൈഫ് എല്ലാവർക്കും പറ്റിയതല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നൈറ്റ് ലൈഫ് നിങ്ങൾ ആസ്വദിച്ചോളൂ. വ്യത്യാസമുണ്ട്. ഒരു സെക്കൻഡ് നമ്മുടെ ഒരാൾ എപ്പോഴേ ചോദിക്കുന്നു